നമ്മൾ മോഡേൺ ഇന്ത്യയുടെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 1885 തൊട്ടിട്ട് 1905 വരെ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റുമാരാരൊക്കെയാണെന്നും അതുപോലെ തന്നെ ആ വർഷങ്ങളിൽ മീറ്റിംഗ് എവിടെയാണ് നടന്നത് അതാണ് നോക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ 1885 തൊട്ടിട്ട് 1905 വരെയുള്ള കാലഘട്ടങ്ങളിലെ വൈസ്രോയിമാർ ആരൊക്കെയായിരുന്നു അതും നോക്കും. ആദ്യത്തെ വർഷം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 1885 ആണ്. നമുക്കറിയാം 1885 ബോംബെയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത്. ആ സമയത്ത് ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി. രണ്ടാമത്തെ വർഷം 1886 കൽക്കട്ടയിലാണ് നടന്നത്. കൽക്കട്ടയിൽ ദാദാഭായ് നവറോജി ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആയിരുന്നു. യൂണിയൻ മാറ്റിയിട്ടാണ് കോൺഗ്രസ് ആക്കിയത്. ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ രണ്ടാമത് ആരാണ്? ദാദാഭായ് നവറോജി ആയിരുന്നു INCയുടെ പ്രസിഡന്റ് എന്ന് ഓർത്ത് വെക്കുക. പിന്നെ 1887 മദ്രാസിൽ ബദ്രുദ്ദീൻ തിയാബ്ജി, 1888 അലഹബാദിൽ ജോർജ് യൂൾ, 1889 ബോംബെയിൽ വില്യം വെഡർബൺ, 1890 കൽക്കട്ടയിൽ ഫിറോസ് ഷാ മേത്ത. പിന്നെ അടുത്ത വർഷം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് 1896 കൽക്കട്ടയിൽ റഹീമത്തുള്ള M സയാനി. അതേപോലെ 1897 അമരാവതിയിൽ C ശങ്കരൻ നായർ. മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മലയാളി ആയത് 1897 അമരാവതി സെഷനിലാണ്. പിന്നെ 1901 ഇമ്പോർട്ടൻസ് ഗാന്ധിജി വന്ന വർഷമാണ്, ഇന്ത്യയിൽ വന്നു പോയി. അത് കൽക്കട്ടയിൽ ദിൻഷാ ഇ വാച്ച ഇങ്ങനെ ഒരു വ്യക്തിയായിരുന്നു INCയുടെ പ്രസിഡന്റ് ആയിരുന്നത്. ഇതിൽ ആദ്യത്തത് കുറച്ച് പഠിച്ചു വെക്കാൻ എളുപ്പമാണ്. ആദ്യത്തത് പഠിച്ചു വെക്കുന്നത് ഒരു ഷോർട്ട് ഫോം വഴിയാണ്. അതായത് മാൾ എപ്പോഴും ബിസി ആയിരിക്കുമല്ലോ, ഷോപ്പിംഗ് മാളുകൾ. അപ്പോൾ BC മാൾ BC എന്ന് ഓർത്ത് വെച്ച് ചോദിക്കുക. അപ്പോൾ അതായത് BC മാൾ BC എന്ന് ഉദ്ദേശിക്കുന്നത് 1885 ബോംബെയിലായിരുന്നു. ബോംബെയുടെ BC. പിന്നെ രണ്ടാമത് 1886 കൽക്കട്ട, അപ്പോൾ BC. പിന്നെ 1887 മദ്രാസ് M, BC മാളിൻ്റെ MI. പിന്നെ മാളിൽ A അലഹബാദാണ്, BC മാൾ AL അലഹബാദ്, BC മാൾ. പിന്നെ ഒരു BC കൂടി ഓർത്ത് വെക്കുക, ബോംബെ കൽക്കട്ട. BC മാൾ BC. അപ്പോൾ ബോംബെ കൽക്കട്ട മദ്രാസ് അലഹബാദ് ബോംബെ കൽക്കട്ട. പിന്നെ ഒരു CA ആണ് വരുന്നത്, അത് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. 1896 97 കൽക്കട്ടയും അമരാവതി. കൽക്കട്ടയിൽ റഹീമത്തുള്ള M സയാനി. അതേപോലെ 97 അമരാവതിയാണ് CA അമരാവതി, C ശങ്കരൻ നായർ, മലയാളി INCയുടെ പ്രസിഡന്റ് ആയത്. പിന്നെ 1901 സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക, കൽക്കട്ടയിൽ ദിൻഷാ ഇ വാച്ച. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെഷൻസ് പഠിച്ചു വെക്കാൻ ഈ ഒരു കോഡ് ഓർത്ത് വെച്ചാൽ മതി, BC മാൾ BC. പിന്നെ ഒരു CA ഉണ്ട്, CAC ആണ്, CA കൽക്കട്ട അമരാവതി, വീണ്ടും കൽക്കട്ട തന്നെയാണ് വരുന്നത്. ആദ്യത്തത് BC മാൾ BC ഓർഡറിലാണ്. BC മാൾ ബോംബെ കൽക്കട്ട, BC മാൾ മദ്രാസ്, AL എന്ന് പറയുന്ന അലഹബാദാണ്. പിന്നെ വീണ്ടും BC ബോംബെ കൽക്കട്ട. അതിൽ 1885 ഫസ്റ്റ് ആരാണ്? WC ബാനർജി നമ്മൾ പഠിച്ചു വെക്കണം. രണ്ടാമത് കോൺഗ്രസിൻ്റെ പേര് കൊടുത്തത് ദാദാഭായ് നവറോജി, പിന്നെ ബദ്രുദ്ദീൻ തിയാബ്ജി. പിന്നെ 2 ബ്രിട്ടീഷുകാരാണ്, ജോർജ് യൂളും വില്യം വെഡർബേണും. കൽക്കട്ടയിൽ ഫിറോസ് ഷാ മേത്ത. 96 പിന്നെ 1896 കൽക്കട്ടയിൽ റഹീമത്തുള്ള M സയാനി. 97 ഇമ്പോർട്ടൻ്റ് ആണ്. 1897 ഒരു ഇമ്പോർട്ടൻസ് കൂടിയുണ്ട്. 1897 സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. 1897 അമരാവതിയിൽ C ശങ്കരൻ നായർ. അപ്പോൾ ഈ INC പ്രസിഡൻസ് ഇങ്ങനെ ഈ ഒരു ഷോർട്ട് ഫോം വഴി പഠിച്ചു വെക്കുക. അടുത്തത് നമ്മളിനി പഠിക്കാൻ പോകുന്നത് വൈസ്രോയ്സ് ഓഫ് ഇന്ത്യ ആണ്. ലോർഡ് കാനിങ്, ഫസ്റ്റ് പേര് ലോർഡ് കാനിങ് ആണ്. 1856 to 1862 ലോർഡ് കാനിങ് ആണ് ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ. ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും ലോർഡ് കാനിങ് ആയിരുന്നു. റിവോൾട്ട് ഓഫ് 1857 ശേഷം നമ്മുടെ രാജ്ഞി ക്യൂൻ ഭരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ ലോർഡ് കാനിങ് ആണ്. ആള് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് നമ്മൾ പഠിച്ചിരുന്നു. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് പ്രകാരമാണ് ഈ റിവോൾട്ട് ഓഫ് 1857 ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതെന്ത് ചെയ്തു? വിഡ്രോൺ ചെയ്തു. അതേപോലെ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻകം ടാക്സ്, ഫസ്റ്റായിട്ട് ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കിയ വൈസ്രോയ് ആരാണ്? ലോർഡ് കാനിങ്. ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പാസ്സാക്കി 1861. അത് ഓർത്ത് വെക്കണം, 1861 ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പാസ്സാക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസ്സാക്കിയിട്ടുണ്ട് 1861. അപ്പോൾ ഇതാണ് ലോർഡ് കാനിങ്. അടുത്തത് ഞാൻ ഗൈഡിൽ കൊടുത്തിരിക്കുന്നത് ലോർഡ് എൽഗിൻ ആണ്. എൽഗിൻ 1862 to 1863 വരെ. 62 to 63 ഒരു ചെറിയൊരു പീരീഡേ ഉണ്ടായിരുന്നുള്ളൂ, 18 months ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 1862 ഹൈക്കോർട്ട്സ് വെർ എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ്. ഇതൊക്കെ പഠിച്ചു വെക്കണം. 1861 ഹൈക്കോർട്ട് ആക്ട് പാസ്സാക്കിയത്. 1862
ഹൈക്കോർട്ട്സ് വെർ എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ്. അപ്പോൾ ലോർഡ് കാനിങ്, ലോർഡ് എൽഗിൻ. അടുത്തത് ഞാൻ ഗൈഡിൽ കൊടുത്തിരിക്കുന്നത് സർ ജോൺ ലോറൻസ് ആണ്. 1864 to 1869 ആണ് കൊടുത്തിരിക്കുന്നത്. ആളെ പറഞ്ഞിരിക്കുന്നത് സേവിയർ ഓഫ് ഇന്ത്യ ആൻഡ് ഓർഗനൈസർ ഓഫ് വൈസ്രോയ് എന്ന് പറയുന്നു. ടെലഗ്രാഫ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു യൂറോപ്പിലൂടെ, ഓപ്പൺ വിത്ത് യൂറോപ്പ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഈ സർ ജോൺ ലോറൻസിൻ്റെ കാലഘട്ടത്തിലാണ്. അത് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ അടുത്തത് ലോർഡ് മേയോ ആണ്. 1869 to 1872 വരെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ് റെയിൽവേ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നു. ഓർഗനൈസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അത് ഓർഗനൈസ് ചെയ്തു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് സെൻസസ്, ആളുടെ ഒരു കാലഘട്ടത്തിലാണ് ഫസ്റ്റ് സെൻസസ് നടന്നത്. അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞു. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ് ചെയ്തു. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ് ചെയ്തത് ഈ ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ ആളാണ് ആൻഡമാൻ നിക്കോബർ ഐലൻഡിൽ വെച്ച് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ കൊല്ലപ്പെട്ട വൈസ്രോയ് ആണ് ലോർഡ് മേയോ. അടുത്ത വൈസ്രോയ് ലോർഡ് നോർത്ത് ബ്രൂക്ക്. 1872 to 1876 ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അതിലൊരു കുക്ക മൂവ്മെൻറ്റ് പഞ്ചാബ് പറഞ്ഞിട്ടുണ്ട് 1872. അതേപോലെ പ്രിൻസ് ഓഫ് വെയിൽസ് വിസിറ്റഡ് ഇൻ 1875. അതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്തത് ലോർഡ് ലിട്ടൺ ആണ്. 1876 to 1880 ഇമ്പോർട്ടൻ്റ് ആണ്. 1878 വെർണാക്കുലർ പ്രസ് ആക്റ്റും അതേപോലെ ആംസ് ആക്റ്റും പാസ് ചെയ്തു 1878. അത് ലോർഡ് ലിട്ടൺ ഉള്ള സമയത്താണ്. അതേപോലെ സെപ്പറേറ്റ് സിവിൽ സർവീസ് എക്സാം ഫോർ ഇന്ത്യൻസ് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ ഒരു ഡൽഹി ദർബാർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഗൈഡ് നോക്കി വായിച്ച് പഠിക്കുക. പിന്നെ അടുത്തത് ലോർഡ് റിപ്പൺ ആണ്. ലോർഡ് റിപ്പൺ 1880 തൊട്ടിട്ട് 1884 വരെ. ആൾ എന്ത് ചെയ്തു? വെർണാക്കുലർ പ്രസ് ആക്ട് റിപ്പീൽ ചെയ്തു. പിന്നെ 1881 ഫസ്റ്റ് ഫാക്ടറി ആക്ട് പാസ്സാക്കി. 1881 റെഗുലർ സെൻസസ് സ്റ്റാർട്ട് ചെയ്തു. 1882 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1882 ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ലോർഡ് റിപ്പണെയാണ് നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പണെയാണ്. പിന്നെ 1882 വെർണാക്കുലർ പ്രസ് ആക്ട് വിഡ്രോൺ ചെയ്തിട്ടുണ്ട്. 1883 ഇൽബേർട്ട് ബില്ല്. പിന്നെ ഒരു ഹണ്ടർ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു എഡ്യൂക്കേഷൻ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. എഡ്യൂക്കേഷൻ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഹണ്ടർ കമ്മീഷൻ. അത് അപ്പോയിൻറ്റ് ചെയ്ത് ലോർഡ് റിപ്പണാണ്. ആളറിയപ്പെടുന്നത് പോപ്പുലർ വൈസ്രോയ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലോർഡ് റിപ്പണാണ്. അടുത്ത വൈസ്രോയ് ഇമ്പോർട്ടൻ്റ് ആണ് ലോർഡ് ഡഫ്രിൻ. 1884 to 1888. ഇതിൻ്റെ ഇടയിൽ 84 കഴിഞ്ഞ് 85 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ലോർഡ് ഡഫ്രിൻ വാസ് ദ വൈസ്രോയ് ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതേപോലെ ഡഫ്രിൻ ആണ് എന്ത് പറയുന്നത്? കോൺഗ്രസ് ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറഞ്ഞ് കളിയാക്കിയതും ആരാണ്? ലോർഡ് ഡഫ്രിൻ ആണ്. പിന്നെ അടുത്ത് ലോർഡ് ലാൻസ്ഡൗൺ കൊടുത്തിട്ടുണ്ട്. 1888 തൊട്ടിട്ട് 1894 വരെ. അതൊരു ഫാക്ടറി ആക്ട് പാസ്സാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആക്ട് 1892 പാസ്സാക്കിയത് ആളുടെ കാലഘട്ടങ്ങളിലാണ്. അതേപോലെ ഇറ്റ് വാസ് ഡ്യൂറിങ് ദിസ് പീരീഡ് ദ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ ഇടയിലുള്ള ബൗണ്ടറി ലൈൻ ഡിറ്റർമിൻ ചെയ്ത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ദുരന്ത് ലൈൻ എന്ന് പറയുന്ന ലൈൻ. പിന്നെ അടുത്ത വൈസ്രോയ് ലോർഡ് എൽഗിൻ II ആണ്. 1898 ഒരു ഫാമിൻ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഒപ്പിയം കമ്മീഷൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഗൈഡിൽ നോക്കി വായിച്ചാൽ മതി. പിന്നെ അടുത്തത് ലോർഡ് കേഴ്സൺ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1899 തൊട്ടിട്ട് 1905 വരെ. 1900 ഹി വിസിറ്റഡ് ട്രാവൻകൂർ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ലോർഡ് കേഴ്സൺ ആണ് ട്രാവൻകൂർ വിസിറ്റ് ചെയ്ത വൈസ്രോയ്. വിസിറ്റ് ചെയ്തിട്ട് ആലപ്പുഴയെ വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയാണ്. അപ്പോൾ ലോർഡ് കേഴ്സനാണ് ആലപ്പുഴയെ എന്ത് പറഞ്ഞിരിക്കുന്നത്? വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 1902 ലോർഡ് കേഴ്സനാണ് ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസ്സാക്കി. അതേപോലെ പാർട്ടീഷൻ ഓഫ് ബംഗാൾ വാസ് ഓൾസോ പ്ലാൻ. പാർട്ടീഷൻ ഓഫ് ബംഗാൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബംഗാൾ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. അത് പ്ലാൻ ചെയ്തത് ആരാണ്? ലോർഡ് കേഴ്സൺ ആണ്. ലോർഡ് കേഴ്സൺ ആളുടെ ഒരു കാലഘട്ടത്തിലാണ് ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ രണ്ടായിട്ട് വിഭജിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം വൈസ്രോയ്സ് ആണ് നോക്കിയത്. വൈസ്രോയ് ഏത് 1855 തൊട്ടിട്ട് 1905 വരെയുള്ള കാലഘട്ടങ്ങളിൽ ലോർഡ് കാനിങ് ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ. പഠിച്ച് പോവുക. ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ ലോർഡ് കാനിങ് ഡോക്ടറിൻ ഓഫ് ലാബ്സ് ഇതാക്കി എന്നൊക്കെ പറയും. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പാസ്സാക്കിയ വർഷം 1861. പിന്നെ ലോർഡ് എൽഗിൻ ഉണ്ടായിരുന്നു. 1862 ഹൈക്കോർട്ട് ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. എവിടെയൊക്കെ? കൽക്കട്ട, ബോംബെ, മദ്രാസ്. സർ ജോൺ ലോറൻസിനെ സേവിയർ ഓഫ് ഇന്ത്യ, ഓർഗനൈസർ ഓഫ് വൈസ്രോയ് എന്നൊക്കെ അറിയപ്പെടുന്നു. ലോർഡ് മേയോ,
ലോർഡ് മേയോയിൽ ഫസ്റ്റ് സെൻസസ് ഹെൽഡ് ചെയ്ത് ലോർഡ് മേയോയുടെ കാലഘട്ടത്തിലാണ്. പിന്നെ ലോർഡ് നോർത്ത് ബ്രൂക്ക് വരുന്നു. ലോർഡ് ലിട്ടൺ വെർണാക്കുലർ പ്രസ് ആക്ട്, മാംസ് ആക്ട് ഒക്കെ പാസ്സാക്കിയ സമയം. അതേപോലെ ക്യൂൻ വിക്ടോറിയയുടെ ഒരു ഡൽഹി ദർബാർ, അതൊക്കെ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക. ലോർഡ് റിപ്പൺ കൊടുത്തിട്ടുണ്ട്. അതിലാണ് ലോർഡ് റിപ്പൺ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 1882 എന്ത് പാസ്സാക്കി? ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട് പാസ്സാക്കിയതുകൊണ്ട് ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പൺ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലോർഡ് ഡഫ്രിൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഗ്രസ് ഫോം ചെയ്തപ്പം ആരാണ് വൈസ്രോയ്? ലോർഡ് ഡഫ്രിൻ ആണ് വൈസ്രോയ്. പിന്നെ ലോർഡ് ലാൻസ് ഡോൺ പറഞ്ഞുണ്ട്. പിന്നെ ലോർഡ് എൽഗിൻ, പിന്നെ ലോർഡ് കഴ്സൺ ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗാൾ പാർട്ടീഷൻ്റെ സമയത്ത് ആരാണ്? ലോർഡ് കഴ്സൺ ആണ്. പിന്നെ നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് INC പ്രസിഡൻസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാം. അത് 1885 തൊട്ടിട്ട് നമ്മൾ BC മാൾ BC എന്ന് പറഞ്ഞ് പഠിച്ചു. ബോംബെ, കൽക്കട്ട, മദ്രാസ്, അലഹബാദ്, ബോംബെ, കൽക്കട്ട, BC മാൾ BC. അതിൽ ഫസ്റ്റ് WC ബാനർജി, ആദ്യം നമുക്കറിയാം ഫസ്റ്റ് പ്രസിഡന്റ് WC ബാനർജി, രണ്ടാമത് ദാദാഭായ് നവറോജി, കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞ പേര് കൊടുത്ത് ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ രണ്ടാമത് ദാദാഭായ് നവറോജി, പിന്നെ ബദറുദ്ദീൻ ദിയാബി, പിന്നെ 2 ബ്രിട്ടീഷുകാരാണ് ജോർജ് വില്യം വെഡർബൺ, പിന്നെ ഫിറോസ് ഷാ മെഹ്ത വരുന്നുണ്ട്. 1896 കൽക്കട്ടയിലെ റഹീമത്തുള്ള എം സയാനി, 1897 അമരാവതിയിൽ മലയാളി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മലയാളി പ്രസിഡൻ്റാണ് C ശങ്കരൻ നായർ. പിന്നെ 1901 കൽക്കട്ടയിൽ ദിൻഷായി വാച്ച. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും വീഡിയോസ് ഓർഡറിൽ കാണുക, വീഡിയോസ് ഓർഡറിൽ കണ്ട് നോട്ട് എഴുതി പഠിക്കുക. GKയുടെ ഗൈഡൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഗൈഡ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കാം. അത് നോക്കി ഗൈഡ് വാങ്ങി നിങ്ങൾ ശരിക്കിരുന്ന് പഠിക്കുക.